നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാനും എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വീടാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു അമല് പറഞ്ഞു തരട്ടെ. ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഏതൊക്കെയാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അത് കടങ്ങളാവട്ടെ, മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടാവട്ടെ, ഏത് രൂപത്തിലുള്ള കടങ്ങളാണെങ്കിലും അത് വളരെ പെട്ടെന്ന് നമുക്ക് വീട് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു അമലുണ്ട്. ഈ അമലിന് ഇത്രയും റിസൾട്ട് ലഭിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതേ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു സ്വഹാബി വര്യൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നു, ജീവിത പ്രയാസങ്ങളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരിഭവം പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ ചെയ്തു നോക്ക്, അതിൽ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കുകൊണ്ട് പറഞ്ഞ ആ കാര്യം സ്വഹാബി വര്യൻ അങ്ങനെ ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ആ സ്വഹാബി വര്യൻ വരുന്നു. കണ്ടിട്ട് പറയുന്നു, ഇപ്പോൾ എൻ്റെ കടങ്ങളും ദാരിദ്ര്യങ്ങളും മാത്രമല്ല നീങ്ങിക്കിട്ടിയത്, എൻ്റെ അയൽവാസികൾക്ക് വരെ അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ ലഭിച്ചു എന്ന് അവരും പറയുന്നു എന്ന് പറയുന്നു. ഇനി നിങ്ങൾ പറയുക, ഇത് ചെയ്താൽ ഇതിന് റിസൾട്ട് ലഭിക്കുമോ ലഭിക്കില്ല എന്നുള്ളത് അനുഭവമാണത്. എന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്നത് പറഞ്ഞു തീർക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ പെട്ടെന്ന് അതൊക്കെ നീക്കിത്തന്ന് ഐശ്വര്യദായകമായൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരണത്തിൽ ദുആ ചെയ്യുകയാണ്. നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മക്കളെ ദീനി ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല രൂപത്തിൽ മക്കളെ വളർത്താൻ അതൊരു സാഹചര്യവും അവസരവുമായിരിക്കും. പുതിയ കാലത്ത് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ മാറി നല്ല രൂപത്തിൽ മാതാപിതാക്കൾ അനുസരിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന നല്ല മക്കളായി വളരണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആത്മീയ അന്തരീക്ഷത്തിൽ അവരെ പഠിപ്പിക്കണം. തികഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെ ചിട്ടയോടുകൂടെ നമ്മൾ വർഷങ്ങളായിട്ട് ഇരുവിദ്യാഭ്യാസവും നൽകി പഠിപ്പിക്കുന്ന നമ്മുടെ സംവിധാനമാണ്. മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്കൊരു സ്വഹാബി വര്യൻ വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. നമ്മുടെ അടുക്കലൂടെ ഒരുപാട് ആളുകൾ വരാറുണ്ട്, ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പരാതിപ്പെടണം. അങ്ങനെ പരാതിപ്പെട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറയുന്നത് ഇങ്ങനെയാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാർക്ക് സലാം ചൊല്ലുക. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് സലാം ചൊല്ലുക. ഇനി വീട്ടിൽ ആരും ഇല്ല എന്ന് സങ്കല്പിക്കുക. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരുമില്ല. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരുമില്ലെങ്കിൽ അപ്പോൾ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത്രേ ഉള്ളൂ പറഞ്ഞു കൊടുത്തിട്ടാ. ചിലതൊക്കെ അത്ര മതി, മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ഇവിടെയൊക്കെ പലരും വരുന്ന സമയത്ത് ചിലപ്പോൾ കുറേ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കയറുക. അപ്പോൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഇസ്മോ ഒരായത്തോ ഒരു ദിക്റോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇപ്പോൾ നബിതങ്ങൾ ഒരു പ്രയാസം സ്വഹാബി വര്യൻ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തതാണിത്. അതേപോലെയുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. വളരെ ചെറുതായിരിക്കും അത്, പക്ഷെ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അപാരമായിരിക്കും. അപ്പോൾ വളരെ ചെറുത് സലാം പറയുക, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര വളരെ ചെറുതല്ലേ. അതങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബി വര്യൻ അങ്ങനെ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് ചൊല്ലി എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ അതേപോലെ സ്വഹാബി വര്യൻ വീട്ടിൽ പോയി ചെയ്തു.
കുറഞ്ഞ നാളുകൾക്ക് ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് ആ സ്വഹാബി വര്യൻ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ദാരിദ്ര്യം നീങ്ങി, മാത്രമല്ല എൻ്റെ അയൽവാസികളിലേക്ക് നിറഞ്ഞൊഴുകുകയാവും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അയൽവാസികളുടെ പ്രയാസങ്ങൾ വരെ തീരാൻ കാരണമായൊരു അമൽ. സ്വന്തം പ്രയാസങ്ങൾ മാത്രമല്ല, നമുക്ക് നല്ല വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടെ ചെയ്തു നോക്കൂ, തീർച്ചയായും അതിൽ നല്ല റിസൾട്ട് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തൊബ്രാനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിനെ പതിവാക്കുന്നതായാൽ ആ വീട്ടുകാരുടെയും അയൽവാസികളുടെയും ദാരിദ്ര്യം ദൂരീകരിക്കപ്പെടുന്നതാണ്, നീക്കപ്പെടുന്നതാണ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമുണ്ടോ? വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ? വീട്ടിലേക്ക് കയറിയിട്ട് ഒരു സൂറത്തുൽ ഇഖ്ലാസ് സലാം പറഞ്ഞ് ഓതുക എന്നുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. അത് അതേപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് ഉള്ളൊരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതാണ് അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് സലാം പറഞ്ഞ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ആരുമില്ലെങ്കിൽ അങ്ങനെ സലാം പറയുക. എന്നിട്ട് വീട്ടിൽ കയറിയ ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. നമ്മളൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും നമുക്കറിയുന്നില്ല. അത്രയും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു രക്ഷ കിട്ടാൻ യഥാർത്ഥത്തിൽ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഈ ഒരു അമല് കാരണമാകുന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടത് ചൊല്ലുക. ലക്ഷങ്ങൾ കടബാധ്യത എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണെന്നറിയോ? പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളൊക്കെ വീട്ടാനുള്ള എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ അതൊരു കാരണമായി തീരും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പലരോടും പോയിട്ട് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന വിഷയങ്ങളാണ്. നമ്മൾ പലരോടും ചോദിക്കുന്ന സമയത്ത് അവർക്കത് തരാൻ സാധിക്കുന്നില്ല അല്ലേ? പല കാര്യങ്ങളും നമ്മൾ കൊടുത്ത് തിരിച്ച് കിട്ടുന്നില്ല. ഈ ഒരു അനുഭവമൊക്കെയുള്ള എത്ര ആളുകളുണ്ടാവും എന്നറിയോ? കുറേ ആളുകളുണ്ടാവും. എനിക്ക് വരെ പേഴ്സണലി അനുഭവങ്ങളുണ്ട്. നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഉണ്ടായിരുന്ന എത്രയോ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊക്കെ പലപ്പോഴും തകർന്നു പോയിട്ടുള്ളത് ഏതു കാരണം കൊണ്ടാണ്? സാമ്പത്തികമായിട്ട് അവർ നമ്മുടെ ഇടപാട് നടത്തിയതിനു ശേഷം ബന്ധം തകർന്ന അനുഭവം നിങ്ങൾക്കും ഇല്ല? എങ്ങനെ? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരന് ഇതേപോലെ മറ്റൊരാളുടെ അടുക്കലിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിച്ചു എന്നുള്ളതാണ്. കടം വാങ്ങിച്ചിട്ട് പിന്നീട് കടം കൊടുത്തത് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ബന്ധപ്പെടുന്നില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കാൻ തരൂലേ? നിൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ എന്താക്കാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അസഭ്യം പറയലും ആക്കലും ഒക്കെ. അവസാനം ആ ബന്ധം തകർന്നു എന്നാണ് പറഞ്ഞ്. സാമ്പത്തികമായിട്ട് ഇടപാട് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളാർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. കൊടുക്കാതെ നമ്മളൊരു കാരണവശാലത് നീട്ടിവെക്കരുത്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും. 1 രൂപയാണെങ്കിൽ പോലും. കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുത്ത് വീട്ടിയേ തീരൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളും സ്വഹാബാക്കളൊക്കെ കടബാധ്യതയുള്ളവരുടെ മേലിലുള്ള മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വരെ മാറി നിന്നിരുന്നു എന്നറിയുമ്പോൾ എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ജീവിത ദുനിയാവിൽ മാത്രമല്ലല്ലോ, പാരത്രിക ലോകത്തേക്ക് ഇവിടെ നാം സമ്പാദിക്കുന്നതേ ഉണ്ടാവുള്ളൂ, ഇവിടെ നാം ചെയ്യുന്ന സുഹൃതങ്ങളെ ഉണ്ടാവുള്ളൂ. വളരെയധികം ശ്രദ്ധിക്കുക. കടബാധ്യതയില്ലാതെ മരണപ്പെടാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ബാധ്യതകളൊന്നും ഉണ്ടാവരുത്. ഇലാഹിനോടുള്ള ബാധ്യതകളുണ്ടാവരുത്, ഖാലിഖിനോടുള്ള ബാധ്യതകളുണ്ടാവരുത്, മഖ്ലൂഖിനോടുള്ള ബാധ്യതകളോടുണ്ടാവരുത്. മനുഷ്യരുമായിട്ടും അള്ളാഹുവുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും പൂർത്തീകരിച്ച് വീട്ടിയതിന് ശേഷം
നല്ല രൂപത്തിലാണ് നമുക്ക് വിട പറയേണ്ടത്. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മയ്യത്തിൻ്റെ കടബാധ്യത ആരേറ്റെടുക്കാനുണ്ടെന്ന് ചോദിക്കുന്ന ഹതഭാഗ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.